Dear children, welcome back to my channel. ഇന്ന് നമ്മൾ ചെയ്യുന്ന ലൈൻസ് ഓഫ് ആംഗിൾസിലെ എക്സസൈസ് 6-2 ആണെന്ന് ചെയ്യുന്നത്. അതിലത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ഫിഗർ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ ആൻഡ് ദെൻ ഷോ ദാറ്റ് എ ബി പാരലൽ ടു സി ഡി. ഇതിൽ എ ബി സി ഡി പാരലൽ ആണെന്ന് തന്നിട്ടില്ല. എ ബി സി ഡി പാരലൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. തന്നത് ഈ ഫിഗർ മാത്രമേ ഉള്ളൂ. ഇതിലത്തെ ഈ ഫിഗറിലുള്ള ഈ അളവുകൾ, ഈ ആംഗിൾ 50, ഈ ആംഗിൾ 130 തന്നിട്ടുണ്ട്. എക്സ് വൈ ഈ രണ്ട് ആംഗിളും തന്നിട്ടുണ്ട്. ഈ എക്സും വൈയും കണ്ടുപിടിക്കും വേണം എ ബി പാരലൽ ടു സി ഡി എന്ന് പ്രൂവ് ചെയ്യണം. അപ്പം നമ്മൾ പഠിച്ചത് എ ബി പാരലൽ ടു സി ഡി, രണ്ട് ലൈൻസ് പാരലൽ ആവണമെങ്കിൽ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്നെങ്കിൽ കറസ്പോണ്ടിങ് ഏതെങ്കിലും ഒരു പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആണെന്ന് തെളിയിക്കണം. അതായത് കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ 50-ക്കുള്ള കറസ്പോണ്ടിങ് ആംഗിൾ ഈ ഇവിടെയുള്ള ആംഗിൾ, അല്ലെങ്കിൽ ഈ എക്സിന് ഈക്വലായിട്ട് 130, ഏതെങ്കിലും കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് തെളിയിക്കണം. അതല്ലെങ്കിൽ എന്താ തെളിയിക്കേണ്ടത് വെച്ചാൽ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. ഈ എക്സും വൈയും ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. അപ്പോൾ ഈ എക്സും വൈയും ഈക്വൽ ആണെന്ന് തെളിയിച്ചാൽ മതി. അപ്പോൾ ഈ എ ബി പാരലൽ ടു സി ഡി ആവും. അതല്ലെങ്കിൽ പിന്നെ ഏതാണുള്ളത്? കോ ഇൻറ്റീരിയർ ആംഗിൾസ്. ഈ എക്സിന് കോ ഇൻറ്റീരിയർ ആംഗിൾ ഈ ആംഗിൾ, ഈ കോ ഇൻറ്റീരിയർ ആംഗിൾ സപ്ലിമെൻ്ററി ആണെന്ന് തെളിയിക്കണം. ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം തെളിയിച്ചാൽ നമുക്ക് എ ബി സി ഡി പാരലലാണെന്ന് തെളിയിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ആംഗിൾ 50, ഈ ആംഗിൾ എക്സ്. അപ്പോൾ ഈ 50യും എക്സും കൂടി ആഡ് ചെയ്താൽ, അതായത് ഈ ലൈനിൽ, ഈ ട്രാൻസ്വേഴ്സിൽ വരച്ചിട്ടുള്ള ഈ ലൈനിലുള്ള ആംഗിളാണ് ഈ 50 + എക്സ്. അപ്പോൾ 50 + എക്സ് എത്ര കിട്ടുക? 180 കിട്ടുക. ഒരു ലൈനിലുള്ള ആംഗിൾ 180 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിലെഴുതാം എക്സ് + 50 = 180 ഡിഗ്രി. അതിൻ്റെ കാരണം ആംഗിൾസ് ഇൻ എ ലൈൻ ഈസ് 180. സം ഓഫ് ഒരു ലൈനിലുള്ള ആംഗിളുകളുടെ സമ്മ് 180. സം ഓഫ് ആംഗിൾസ് ഇൻ എ ലൈൻ ഈസ് 180 ആയിരിക്കും. അതുകൊണ്ടാണ് എക്സും 50 കൂടി. ഇത് ലീനിയർ പെയർ ആണെന്ന് അർത്ഥം. അപ്പോൾ എക്സ് എത്ര കിട്ടുക? എക്സ് = 180 - 50. 180 - 50 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 130 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 130 എന്ന് കിട്ടി. അപ്പോൾ ഈ ആംഗിൾ എത്ര കിട്ടിയത്? 130 എന്ന് കിട്ടി. ഇനി വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. y = എങ്ങനെയാണ്? ഈ y ഈ ആംഗിൾ 130 ആണ്. അപ്പോൾ y എത്രയായിരിക്കും? വൈയും 130 ആയിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ നമ്മൾ y = 130 ഡിഗ്രി എഴുതുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആയതുകൊണ്ടാണ്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ y എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടിയത്? 130 എന്ന് കിട്ടി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 130. വൈയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 130. അപ്പോൾ എക്സും 130, വൈയും 130. ഈ എക്സും വൈയും എന്താണ്? ഈ എ ബി സി ഡി എന്ന് പറഞ്ഞ ലൈനിന് ട്രാൻസ്വേഴ്സിൽ വരയ്ക്കുമ്പോഴുള്ള ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് എക്സും വൈയും. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമ്മൾ തെളിയിച്ചു. അപ്പോൾ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് എ ബി സി ഡിയും പാരലൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് x = 130, y = 130 എന്ന് എഴുതി. Therefore x = y = 130. അപ്പോൾ രണ്ടും 130 ആണ്. അപ്പോൾ എക്സും വൈയും ഈക്വൽ ആണ്. x = y implies AB പാരലൽ ടു സി ഡി. അതിൻ്റെ കാരണം റീസൺ എന്താണെന്ന് വെച്ചാൽ അത് ഓൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾസ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മളിവിടെ തെളിയിച്ചത് എക്സും വൈയും ഈക്വലാണെന്ന് തെളിയിച്ചു കഴിഞ്ഞപ്പോൾ എക്സും വൈയും
ഇവിടുത്തെ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. ഈ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെന്ന് തെളിയിച്ചാൽ മതി. നമുക്ക് എന്ത് ഈക്വൽ ആണെന്ന് തെളിയിക്കാൻ? എ ബി പാരലൽ ടു സി ഡി. അപ്പോൾ അതിൻ്റെ കാരണമാണ് നമ്മൾ എഴുതിച്ച് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണ്. അതുകൊണ്ടാണ് എക്സ് ഇസ് ഈക്വൽ ടു വൈ ഇംപ്ലൈസ് എക്സ് വൈയും ഈക്വൽ ആണെന്ന് ഇംപ്ലൈസ് ചെയ്യുന്നത് എന്താണ്? എ ബി പാരലൽ ടു സി ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ഫിഗർ എ ബി പാരലൽ ടു സി ഡി, സി ഡി പാരലൽ ടു ഇ എഫ്. ഇതാണ് എ ബി, ഇതാണ് സി ഡി. എ ബി സി ഡിയും പാരലലാണെന്ന് തന്നിട്ടുണ്ട്. മറ്റിടത്ത് നമ്മൾ പാരലലാണെന്ന് തെളിയിക്കുക ചെയ്തത്. ഇത് പാരലലാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ പാരലലാവുമ്പോഴുള്ള നിയമങ്ങളൊക്കെ പാലിക്കും. ആൻഡ് y ഈസ് ടു z ഇസ് ഈക്വൽ ടു 3:7. ഫൈൻഡ് എക്സ്. ഇതിൽ കുറേ ആംഗിൾസ് തന്നിട്ടുണ്ട്. ഇതെല്ലാം പാരലലാണെന്ന് തന്നിട്ടുണ്ട്. നമ്മൾ പാരലൽ എന്താണെന്ന് ഈ ക്വസ്റ്റ്യനിലുള്ളത് എന്താണെന്ന് വെച്ചാൽ, പാരലലാണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ പാരലലാവുമ്പോഴുള്ള നിയമങ്ങളൊക്കെ നമുക്ക് എഴുതാം. ഇനി നേരെ തിരിച്ചാണെങ്കിൽ പാരലലാവാനുള്ള നിയമങ്ങൾ കണ്ടുപിടിച്ചാൽ നമുക്ക് അത് പാരലലാണെന്ന് തെളിയിക്കാം. അപ്പം നേരത്തെ ചെയ്തതുപോലെയല്ല, ഇത് മൂന്നും പാരലലാണെന്ന് തന്നു. എ ബി സി ഡി പാരലലാണ്, സി ഡിയും ഇ എഫും പാരലലാണ്. അപ്പോൾ എ ബിയും ഇ എഫും പാരലലായിരിക്കുമല്ലോ. അത് നമ്മൾ പഠിച്ചതാണ്. ഇനി y ഈസ് ടു സെഡ് എന്ന് പറയുന്നത് 3:7 ആണ് തന്നിട്ടുണ്ട്. ഈ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വൈയും സെഡും കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. എ ബി നമുക്ക് എഴുതാം y ഈസ് ടു z ഈക്വൽ ടു 3:7. y ഈസ് ടു z എന്ന് പറയുന്നത് 3:7 ആണ് തന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ഈസ് ടു ആയിട്ട് എഴുതുമ്പോൾ y ഈസ് ടു z ഇസ് ഈക്വൽ ടു 3:7 ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക? y ഇസ് ഈക്വൽ ടു 3 ആണ്, 3a എന്ന് കൊടുക്കും. z ഇസ് ഈക്വൽ ടു 7a എന്നും കൊടുക്കും. y ഈസ് ടു z ഇസ് ഈക്വൽ ടു 3:7 എന്ന് പറഞ്ഞാൽ നമ്മൾ മീനിങ് ചെയ്യണം എന്താ വെച്ചാൽ, ഇത് അതിൻ്റെ റേഷ്യോ ആണ് തന്നിരിക്കുന്നത്, അളവല്ല, റേഷ്യോ ആണ്. അപ്പോൾ ഇൻറ്റു എ കോൺസ്റ്റൻറ്റ് കൊടുക്കും. 3 ഇൻറ്റു എ, മറ്റത് 7 ഇൻറ്റു എ, 7a എന്ന് കൊടുക്കും. അപ്പോൾ y 3a ആണ്, z 7a ആണ്. അപ്പം അങ്ങനെ ഇനി നമുക്കറിയാം, ഇത് മൂന്നും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എ ബി പാരലൽ ടു സി ഡി എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ സി ഡി പാരലൽ ടു ഇ എഫ് എന്ന് തന്നിട്ടുണ്ട്. എ ബി പാരലൽ ടു സി ഡി അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. സി ഡി പാരലൽ ടു ഇ എഫ് അതിൻ്റെ അർത്ഥം എന്താ? ഇംപ്ലൈസ് എ ബി പാരലൽ ടു ഇ എഫ് ആണ്. അതായത് ഇത് ഇതിനോട് പാരലലാണ്, ഇത് ഇതിനോട് പാരലാണ്. അപ്പോൾ ഈ ആദ്യത്തെയും ഈ അവസാനത്തെയും പാരലലാണ്. അപ്പോൾ എ ബിയും ഇതാണ് നമ്മൾ പറയുന്നത്, എ ബിയും ഇ എഫും പാരലലാണ് എന്നാണ് നമ്മളിതെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എ ബിയും ഇ എഫും പാരലലാണെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്നതും സെഡ് എന്ന് പറയുന്നതും ആംഗിളുകൾ തമ്മിലുള്ള പ്രത്യേകത എന്താ? നമ്മൾ ഈ നടുവിലത്തേനെ നോക്കണില്ല, ഈ ലൈൻ സി ഡി എന്ന് പറഞ്ഞ ലൈനിലെ നോക്കണില്ല. എ ബിയും ഇ എഫും മാത്രമേ രണ്ട് പാരലൽ ലൈൻസ് നമുക്കുള്ളൂ. അതാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. എ ബി പാരലൽ ടു ഇ എഫ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എക്സും സെഡും എന്ത് ആംഗിൾസാണ്? ഇത് രണ്ടും ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. ഇതിൻ്റെ അടിയിൽ ഇത് ഈ ട്രാൻസ്വേഴ്സലിൻ്റെ ഈ സൈഡിൽ, ഇത് ട്രാൻസ്വേഴ്സിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ, ഇത് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. അപ്പോൾ എ ബിയും ഇ എഫും പാരലൽ ലൈൻസ് ആണെങ്കിൽ എക്സും സെഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ എ ബി പാരലൽ ടു ഇ എഫ് ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു സെഡ് ആയിരിക്കും. നമുക്ക് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ. ഇൻറ്റീരിയർ ആംഗിൾസ് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആയതുകൊണ്ടാണ് എക്സ് ഇസ് ഈക്വൽ ടു സെഡ്. അപ്പോൾ സെഡ് എന്ന് പറയുന്നത് നമുക്ക് 7a നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്തുതന്നെയായിരിക്കും? 7a ആയിരിക്കും. എക്സ് ഇസ് ഈക്വൽ ടു സെഡ് ഇസ് ഈക്വൽ ടു 7a ആയതുകൊണ്ട് എക്സ് ഇസ് ഈക്വൽ ടു 7a തന്നെ ആയിരിക്കും. ഇനി നമുക്ക് ഇഫ് എ ബി പാരലൽ ടു സി ഡി, എ ബിയും സി ഡിയും പാരലലാന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ എക്സും വൈയും തമ്മിലുള്ള ബന്ധം എന്താ? എക്സും വൈയും ഇതും എ ബിയും പാരലൽ ടു സി ഡി ആണ്.
അത് തന്നിട്ടുള്ളത് കൊണ്ട് എക്സും വൈയും എന്ത് ആംഗിൾസ് ആണ്? കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടേണ്ടത്? സപ്ലിമെൻ്ററി ആണ്. കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടേണ്ടത്? 180 കിട്ടേണ്ടത്. എ ബി പാരലൽ ടു സി ഡി ആണെങ്കിൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 180 ആവണം. എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 180 ആവണം. അതിൻ്റെ റീസൺ എന്താ? കോ ഇൻറ്റീരിയർ ആംഗിൾസ് കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആയതുകൊണ്ടാണ് നമ്മൾ അത് 180 എടുത്തത്. ഇനി നമ്മൾക്ക് ഈ എക്സ് എന്ന് പറയുന്നത് സെഡ് എന്ന് പറയുന്നതും സെയിം ആണ്. എക്സിന് പകരം സെഡ് കൊടുക്കാം. അപ്പോൾ എന്തായി മാറും? സെഡ് പ്ലസ് വൈ ഈക്വൽ ടു 180. അപ്പോൾ സെഡ് എന്ന് പറഞ്ഞാൽ എത്രയാ? 7a. വൈ എന്ന് പറഞ്ഞാൽ എത്രയാ? 3a ഈക്വൽ ടു 180 എന്ന് കിട്ടും. 7aയും 3aയും കൂടി ആഡ് ചെയ്ത് എത്ര കിട്ടുക? 10a എന്ന് കിട്ടും. അപ്പോൾ 10a ഈക്വൽ ടു 180 എന്ന് കിട്ടും. അപ്പോൾ therefore a ഈക്വൽ ടു 180 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ എത്ര കിട്ടുക? 10ഉം 180 കൂടി ഡിവൈഡ് ചെയ്ത് 18 എന്ന് കിട്ടുക. അപ്പോൾ a ഈക്വൽ ടു 18 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമുക്ക് എക്സ് മാത്രമേ കണ്ടുപിടിക്കണ്ടൂ. എക്സ് ഈക്വൽ ടു, അപ്പോൾ ഇത്രയും ചെയ്തത് മനസ്സിലായേണ്ടതാവും എന്ന് വിചാരിക്കണു. വൈ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. വൈ ടു സെഡ് എന്ന് പറയുന്നത് 3:7 ആണെങ്കിൽ വൈ 3a, സെഡ് 7a. എ ബി സി ഡിയും പാരലൽ, സി ഡി ഇ എഫും പാരലാണെങ്കിൽ എ ബിയും ഇ എഫും പാരലാണ്. എ ബി ഇ എഫും പാരലാണെങ്കിൽ എക്സും സെഡും ഈക്വൽ ആണ്. കാരണം എന്താ വെച്ചാൽ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആയതുകൊണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എക്സ് ഈക്വൽ ടു സെഡ് ആയതുകൊണ്ട് സെഡിനുള്ള 7a എന്നുള്ളത് എക്സും 7a ആയത്. ഇനി എ ബി സി ഡിയും പാരലാണെങ്കിൽ നമുക്ക് എക്സും വൈയും കൂടി ആഡ് ചെയ്യുമ്പോൾ 180 ആയിരിക്കും. അത് കോ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ നിയമപ്രകാരം. അപ്പോൾ എക്സിനും വൈക്കും നമ്മൾ വില കൊടുത്തിട്ടുണ്ട്. ഇത് എന്താ വില? 3aയും 7aയും. അപ്പോൾ അത് കൊടുത്തു ഈക്വൽ ടു 180. അപ്പോൾ 10a ഈക്വൽ ടു 180. അപ്പോൾ a ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളത്? 18 എന്ന് കിട്ടി. a ഈക്വൽ ടു 18 എന്ന് കിട്ടി. നമ്മളോട് ആകെ ഈ വൈയും സെഡും ഒന്നും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആകെ എക്സ് മാത്രമേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ഫൈൻഡ് എക്സ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എക്സിൻ്റെ മാത്രം വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എക്സ് ഈക്വൽ ടു, എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ? 7a അല്ലേ? സെഡ് 7a ആയതുകൊണ്ട് എക്സ് 7a ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 7a ഈക്വൽ ടു 7 ഇൻറ്റു എയുടെ വാല്യൂ എത്ര കണ്ടുപിടിച്ചത്? 18. 7 ഇൻറ്റു 18 എത്ര വരിക? 18 ഇൻറ്റു 7. 7 into 8, 56, minus 5. 7 plus 5, 12. 126 ഡിഗ്രി. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ ആംഗിൾ എത്ര കിട്ടിയുള്ളത്? 126 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഫിഗർ ഇഫ് എ ബി പാരലൽ ടു സി ഡി. എ ബി എന്ന് പറഞ്ഞ ഈ ലൈൻ, സി ഡി എന്ന് പറഞ്ഞ ലൈൻ പാരലലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇ എഫ് പെർപെൻഡിക്കുലർ ടു സി ഡി. ഇ എഫ് എന്ന് പറഞ്ഞാൽ ഇത് ഇ, ഇത് എഫ്. ഇ എഫ് പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എത്രയാ? 90 ഡിഗ്രി. 90 ഡിഗ്രിയാണ്. ഇത് 90 ഡിഗ്രിയാണ്. ഇ എഫ് പെർപെൻഡിക്കുലർ ടു സി ഡി. പിന്നെന്താ തന്നിട്ടുള്ളത്? ആംഗിൾ ജി ഇ ഡി. ഇതാണ് ജി ഇ ഡി. ജി ഇ ഡി ഈ ആംഗിൾ ജി ഇ ഡി 126 തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. എ ബിയും സി ഡിയും പാരലലാണ് എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഇ എഫ് പെർപെൻഡിക്കുലറാണ് തന്നിട്ടുണ്ട്. അതായത് ഈ ആംഗിൾ, ഇവിടെയുള്ള ഈ ഉണ്ടാവുന്ന ആംഗിൾ 90 ഡിഗ്രിയാണെന്ന് അർത്ഥം. പിന്നെ തന്നുള്ളത് ജി ഇ ഡി, അതായത് ഈ 90 ഡിഗ്രിയും ഇപ്പുറത്തുള്ള ചെറിയ ആംഗിളും കൂടി 126 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണ് നോക്കാം. എ ജി ഇ. ഏതാ എ ജി ഇ? എ ജി ഇ ഈ ആംഗിൾ കണ്ടുപിടിക്കണം. പിന്നെ ഏതാ കണ്ടുപിടിക്കേണ്ടത്? ജി ഇ എഫ്, അതായത് ഈ ആംഗിൾ കണ്ടുപിടിക്കണം. പിന്നെ ഏതാ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്? എഫ് എഫ് ജി ഇ, അതായത് ഈ ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ ഈ കളർ മാറി എഴുതിയിരിക്കുന്ന ഈ ആംഗിളുകളൊക്കെയാണ്. ഈ ആംഗിള്, ഈ ആംഗിള്, ഈ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ആംഗിളുകൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ ഇത് രണ്ട് പാരലാണ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് രണ്ട് ലൈൻസ് പാരലും ഒരു ട്രാൻസ്വേഴ്സലും ഉണ്ട്. അതായത് എ ബിയും സി ഡിയും പാരലൽ. ഈ ജി ഇ എന്ന് പറയുന്നത് ഇതിൻ്റെ ട്രാൻസ്വേഴ്സലാണ്. അതായത് നമ്മളിത് ഇങ്ങോട്ട് താഴത്തേക്കും മേലേക്ക് നീട്ടി വരച്ചിട്ടില്ല എന്നുള്ളൂ. ഈ ജി ഇ എന്ന് പറയുന്നത് ഇതിൻ്റെ ട്രാൻസ്വേഴ്സലാണ്. അപ്പോൾ
രണ്ട് ലൈൻ പാരലലും അതിനൊരു ട്രാൻസ്വേഴ്സലും ഉണ്ടെങ്കിൽ നമുക്ക് 3 കാര്യങ്ങൾ ചെയ്യാം. ഏതൊക്കെയാണ്? ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെന്ന് ഉള്ള നിയമം ഉപയോഗിക്കാം. പിന്നെ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെന്നും കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെന്നും കോ ഇൻറ്റീരിയർ ആംഗിൾസ് 180 ആണെന്നുള്ള നിയമങ്ങളൊക്കെ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ഈ ആംഗിൾസുകളൊക്കെ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഏതാ കണ്ടുപിടിക്കേണ്ടത്? അപ്പോൾ നമ്മൾ പറഞ്ഞു എ ബി സി ഡി പാരലലാണ്, ജി ഇ ഒരു ട്രാൻസ്വേഴ്സലാണ്. ഇതിന് രണ്ടിനെയും കൂടി ഈ കട്ട് ചെയ്യുന്ന ട്രാൻസ്വേഴ്സലാണ്. അപ്പോൾ നമുക്ക് പറയാം ഈ ആംഗിൾ 126 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ആംഗിളും ഈ ട്രാൻസ്വേഴ്സലിൻ്റെ ഇപ്പുറത്തും ഈ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആംഗിളാണ്. ഈ 2 ആംഗിളുകളെ നമ്മൾ എന്താ വിളിക്കുക? ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് വിളിക്കും. അപ്പോൾ ഇത് 126 ആണെങ്കിൽ ഈ ആംഗിളും 126 ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെ എഴുതാം? ഏതൊക്കെയാണ് ഗിവൺ? എ ബി പാരലൽ ടു സി ഡി, അതൊക്കെയാണ് തന്നിട്ടുള്ള കാര്യങ്ങൾ. എ ബി പാരലൽ ടു സി ഡി, പിന്നെ ഇ എഫ് പെർപെൻഡിക്കുലർ ടു സി ഡി, പിന്നെ ഏത് ആംഗിൾ ജി ഇ ഡി ഈക്വൽ ടു 126 ഡിഗ്രി തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ ആംഗിൾ എ ജി ഇ. ഈ എ ജി ഇ ആണ് ആദ്യം കണ്ടുപിടിക്കണേ. എ ജി ഇ ഈക്വൽ ടു ഏതാണ് ആംഗിൾ? ജി ഇ ഡി. ഏതാണ്? എ ജിയും ജി ഇ ഡിയും ഈക്വലാണ്. എ ജി ഇ ഈക്വൽ ടു ജി ഇ ഡി. റീസൺ എന്താ? ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമ്മൾ പറയാൻ കാരണം ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. ഇനി ജി ഇ ഡി എന്ന് പറയുന്നത് 126 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ എ ജി ഇ എന്ത് തന്നെയായിരിക്കും? ദെയർഫോർ ആംഗിൾ എ ജി ഇ ഈക്വൽ ടു 126 ഡിഗ്രി. ജി ഇ ഡി 126 ആയ കാരണം ജി ഇ ഡി എ ഇ ജി ഈക്വൽ ആണ്. അതിൻ്റെ കാരണം ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് ഇത് രണ്ടും. അപ്പോൾ എ ജി ഇയും 126 ഡിഗ്രിയാണ്. അപ്പോൾ എ ജി ഇ കിട്ടി, ഒരു ആൻസർ കിട്ടി. ഇനി അടുത്തത് ഏതാ കണ്ടുപിടിക്കണേ? ജി ഇ എഫ്. ജി ഇ എഫ് എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ജി ഇ എഫ്, ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ജി ഇ ഡി 126 തന്നിട്ടുണ്ട്, എഫ് ഇ ഡി 90 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അതായത് പെർപെൻഡിക്കുലറാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് പെർപെൻഡിക്കുലറാണെന്ന് പറഞ്ഞപ്പോൾ ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇ എഫ് നമുക്കിങ്ങനെ എഴുതാം. ഇ എഫ് പെർപെൻഡിക്കുലർ ടു സി ഡി ഇംപ്ലൈസ് ഇ എഫും സി ഡിയും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് നമുക്ക് ഏത് ആംഗിൾ 90 എന്ന് എഴുതാം? ആംഗിൾ എഫ് ഇ ഡി ഈക്വൽ ടു 90 ഡിഗ്രി. ഇ എഫ് പെർപെൻഡിക്കുലർ സി ഡി ആയതുകൊണ്ടാണ് ഇ എഫ് ഇ ഡി എന്ന് പറഞ്ഞ ആംഗിൾ 90 ഡിഗ്രി ആയത്. ഇനി നമ്മൾക്ക് എങ്ങനെ എന്തെഴുതാം? ജി ഇ എഫ് ആംഗിൾ ജി ഇ എഫ് പ്ലസ് ആംഗിൾ എഫ് ഇ ഡി. എഫ് ഇ ഡി ഈക്വൽ ടു ജി ഇ ഡി എന്ന് എഴുതാം. അതായത് ജി ഇ എഫ് ചെറിയ ആംഗിൾ, പിന്നെ എഫ് ഇ ഡി ഈ 90 ഡിഗ്രി ആംഗിൾ, അത് രണ്ടും കൂടി ചേർന്നതാണ് ഈ ജി ഇ ഡി എന്ന് പറഞ്ഞ ആംഗിൾ. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നതിൻ്റെയൊക്കെ അളവുകൾ കൊടുക്കുക. ജി ഇ എഫിൻ്റെ അളവ് നമുക്കറിയില്ല. അപ്പോൾ ആംഗിൾ ജി ഇ എഫ് പ്ലസ് എഫ് ഇ ഡി എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് എഫ് ഇ ഡി 90 ഡിഗ്രിയാന്ന് എഴുതിയിട്ടുണ്ട്. ഈക്വൽ ടു ജി ഇ ഡി എത്രയാണ്? ജി ഇ ഡി എന്ന് പറഞ്ഞാൽ 126 ആണ്. 126. അപ്പോൾ ജി ഇ എഫ് കണ്ടുപിടിക്കാം നമുക്ക്. ആംഗിൾ ജി ഇ എഫ് ഈക്വൽ ടു 126. ഇത് അപ്പുറത്തേക്ക് പോകുമ്പോൾ -90. 126 നിന്ന് 90 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 126 നിന്ന് 90 പോയാൽ നമുക്ക് 36 കിട്ടും. 36 ഡിഗ്രി. അപ്പോൾ ജി ഇ എഫ് എന്ന് പറഞ്ഞ ആംഗിളും കിട്ടി. ജി ഇ എഫ് അതായിരുന്നു അടുത്ത് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഒരു ആംഗിൾ എ ഇ ജി ആയിരുന്നു, അടുത്ത ജി ഇ എഫ് ആയിരുന്നു. ഇനി ഏത് ആംഗിളാണ് കണ്ടുപിടിക്കാനുള്ളത്? ഇനി അടുത്ത ആംഗിൾ കണ്ടുപിടിക്കാനുള്ളത് എഫ് ജി ഇ. എഫ് ജി ഇ ഏതാ? എഫ് ജി ഇ. എഫ് ജി ഇ ഈ ആംഗിളാണ് കണ്ടുപിടിക്കാനുള്ളത്. ഈ ആംഗിൾ കണ്ടുപിടിക്കുക.
അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇത് നമുക്കറിയാം. ഈ ഈ ആംഗിളും കൂടി ഈ എ ബി എന്ന് പറഞ്ഞ ലൈനിലുള്ള ആംഗിളാണ്. ഈ ആംഗിൾ പ്ലസ് ഈ ആംഗിൾ, ഇത് രണ്ടും കൂടി ഈ ലൈനിലുള്ള ആംഗിൾ. അപ്പോൾ ഇത് രണ്ടും കൂടി എത്ര ഉണ്ടാവുക? 180 ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എ ജി ഇ ആംഗിൾ എ ജി ഇ പ്ലസ് ആംഗിൾ എഫ് ജി ഇ ഈക്വൽ ടു 180 ഡിഗ്രി. ലീനിയർ പെയർ കാരണം എ ജി മനസ്സിലായല്ലോ. എ ജി ഇയും പിന്നെ ഏതാ എഫ് ജി ഇയും, അതായത് ഈ രണ്ട് ആംഗിളും കൂടിയിട്ട് 180 ആണ്. എ ജി ഇ പ്ലസ് എഫ് ജി ഇ 180. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അത് ലീനിയർ പെയറാണ്. ഇനി ഇതിലേതാ നമുക്കറിയാം? എ ജി ഇയുടെ അളവ് എത്രയാണ്? എ ജി ഇ നമ്മൾ കണ്ടുപിടിച്ചു. ഇത് 126 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് എത്രയാണെന്ന് കണ്ടുപിടിച്ചു? 36 ആണെന്ന് കണ്ടുപിടിച്ചു. എ ജി ഇ 126 ആവും. അപ്പോൾ 126 പ്ലസ് ആംഗിൾ എഫ് ജി ഇ ഈക്വൽ ടു 180. അപ്പോൾ ആംഗിൾ എഫ് ജി ഇ ഈക്വൽ ടു 180 മൈനസ് ഈ 126 അങ്ങോട്ട് പോകുമ്പോൾ 126 ഈക്വൽ ടു 180 126 മൈനസ് ചെയ്ത് എത്രയാണ് നമുക്ക് കിട്ടുക? 54 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ആ ആംഗിളും കിട്ടി. അപ്പോൾ 3 ആംഗിൾ കണ്ടുപിടിക്കേണ്ടായിരുന്നത് എ ജി ഇ 126 ആണ് കിട്ടി, ജി ഇ എഫ് 36 ആണ് കിട്ടി, പിന്നെ എഫ് ജി ഇ എത്രയാണ് കിട്ടി? 54 ആണ് കിട്ടി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഫിഗർ ഇഫ് പി ക്യു പാരലൽ ടു എസ് ടി. ഏതാ പി ക്യു? ഇതാണ് പി ക്യു, ഇതാണ് എസ് ടി. ഈ പി ക്യു എസ് ടിയും പാരലാണ്. നമ്മളിപ്പോൾ ഇതിങ്ങനെ നീട്ടി വെച്ചാൽ അതുപോലെ ഈ ലൈൻ ഇങ്ങോട്ട് നീട്ടിയാൽ ഇത് രണ്ട് പാരലൽ ലൈൻസ് ആണ്. പി ക്യു എസ് ടി പാരലൽ ലൈൻസ് ആണ്. ഇനി നമുക്ക് തന്നിട്ടുള്ളത് പി ക്യു ആർ, ഇത് 110 ആണ് തന്നിട്ടുണ്ട്. പിന്നെ ഏതാ തന്നിട്ടുള്ളത്? ആൻഡ് ആർ എസ് ടി എന്ന് പറഞ്ഞാൽ ആർ എസ് ടി ഇത് 130 എന്നും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഫൈൻഡ് ക്യു ആർ എസ്. ഏതാ ക്യു ആർ എസ്? ക്യു ആർ എസ് ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും തന്നിട്ടുണ്ട്. പി ക്യു എസ് ടിയും പാരലലാണെന്നും തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കണം ഇത്. അപ്പോൾ ഇതിന് നമുക്ക് തന്നത് എഴുതാം. ഗിവൺ ഏതൊക്കെയാണ് തന്നുള്ളത്? പി ക്യു പാരലൽ ടു എസ് ടി എന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ പി ക്യു ആർ എത്രയാണ്? 110 ആണ്. പിന്നെ ആംഗിൾ ആർ എസ് ടി ഈക്വൽ ടു 130 ഡിഗ്രി. ഇത്രയും തന്നിട്ടുണ്ട്. ഇനി നമ്മളിത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യണം. ഇങ്ങനെ ഒരു ലൈൻ, ഞാൻ ഈ ഡോട്ട് ഇട്ടില്ലേ വരച്ചിരിക്കുന്നത്, ഇതിൽ ക്വസ്റ്റ്യനിലുള്ളതല്ല, അത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണതാണ്. അതുകൊണ്ടാണത് ഇമാജിൻ പോലെ ഇങ്ങനെ വരച്ചിരിക്കുന്നത്. കൺസ്ട്രക്റ്റ് എ ലൈൻ എ ബി ത്രൂ ആർ. ആറിൽ കൂടി നമ്മളൊരു ലൈൻ കൺസ്ട്രക്ട് ചെയ്യുക. നമ്മൾ ചെയ്യണം, ഇതിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതല്ല, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണത്. ഈ ലൈൻ വരയ്ക്കുന്നത് നമ്മൾ പി ക്യൂവിന് പാരലായിട്ടാണ്. ഈ വരയ്ക്കണ എ ബി എന്ന് പറഞ്ഞ ലൈൻ നമ്മൾ വരയ്ക്കുന്നത് പി ക്യൂവിനും പാരലായിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം ആറിൽ കൂടി. അപ്പോൾ നമുക്ക് എ ബി പി ക്യൂവിന് പാരലായിട്ടാണ് വരച്ചിട്ടുള്ളത്. പക്ഷേ പി ക്യൂവും എസ് ടിയും പാരലാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എ ബി ആർക്കും പാരലായിരിക്കും, എസ് ടിക്കും പാരലായിരിക്കും. എ ബി പി ക്യൂവിന് പാരലായിട്ട് നമ്മൾ വരച്ചു. പി ക്യൂവും എസ് ടിയും പാരലാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ എ ബി എന്ന് പറഞ്ഞ ലൈന് എസ് ടിക്കും പാരലായിരിക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ ഇനി ഈ കൺസ്ട്രക്ഷൻ ഞാൻ പറഞ്ഞത് എഴുതണം. ഒരു കൺസ്ട്രക്ഷൻ ചെയ്യണം ഇതിൽ. ഇതുവരെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഡ്രോ എ ലൈൻ എ ബി പാരലൽ ടു പി ക്യു. പി ക്യൂവിന് പാരലായിട്ടാണ് എ ബി വരയ്ക്കുന്നത്. ത്രൂ ആർ. ആറിൽ കൂടി എ ബി പി ക്യൂവിന് പാരലായിട്ട് വരയ്ക്കുന്നത് നമ്മൾ കൺസ്ട്രക്ഷനിൽ എഴുതണം. പിന്നെ അപ്പം നമുക്ക് തന്നിട്ടുള്ളത് എന്താ? അപ്പം നമ്മളിത് എഴുതണം. പി ക്യു പാരലൽ ടു എസ് ടി ആണ്. പി ക്യു പാരലൽ ടു എസ് ടി ആണ്. അപ്പം നമുക്ക് എന്ത് എഴുതാം? എ ബി പാരലൽ ടു എസ് ടി. പി ക്യു എസ് ടിക്ക് പാരലൽ ആയതുകൊണ്ട് എ ബി
ഏതിന് പാരലലാണ്? എസ് ടിക്ക് പാരലലാണ്. അതിൻ്റെ കാരണം എന്താ? പി ക്യു പാരലൽ ടു എസ് ടി. പി ക്യു പാരലൽ ടു എസ് ടി ആയതുകൊണ്ടാണ് എ ബിയും പാരലൽ ടു എസ് ടി ആയത്. പിന്നെ അടുത്ത് എന്ത് ചെയ്യണം? ഇനി നമുക്കിത് ആംഗിൾ കണ്ടുപിടിക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതൊരു ലൈന്, അപ്പോൾ ഈ പി ക്യു ഒരു ലൈന്, അതിന് പാരലൽ ലൈനാണ് എ ബി. ഇനി ഇതൊക്കെ വിടാം നമുക്ക്. ഇതൊക്കെ വിട്ടിട്ട് നമുക്കിത് മാത്രം നോക്കാം. അതായത് ഇതൊരു ലൈൻ, ഇതൊരു ലൈൻ, ഇതതിൻ്റെ ട്രാൻസ്വേഴ്സൽ, ഇതതിൻ്റെ ട്രാൻസ്വേഴ്സലാണ്. അപ്പോൾ നോക്കിയേ, ഈ ട്രാൻസ്വേഴ്സലിലെ ഇത് നോക്കിയേ, ഈ ആംഗിളും തമ്മിലുള്ള ബന്ധം എന്താ? ഇതൊരു ലൈൻ, പാരലൽ ലൈൻസ്, ഇത് ട്രാൻസ്വേഴ്സൽ. ഈ ആംഗിളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ, ഈ ആംഗിളും കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. കോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്തായിരിക്കും? 180 ആയിരിക്കും, അതായത് സപ്ലിമെൻ്ററി ആയിരിക്കും. അപ്പം നമുക്കിത് ഇങ്ങനെ എഴുതാം: ആംഗിൾ പി ക്യു ആർ പ്ലസ് ഏതാ? ആംഗിൾ ക്യു ആർ എ അല്ലെങ്കിൽ എ ആർ ക്യു. ആംഗിൾ എ ആർ ക്യു ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. എൻ്റെ കാരണം എന്താ? പിന്നെ കോ ഇൻറ്റീരിയർ ആംഗിൾസ് കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് ഈ ആംഗിളും. അപ്പോൾ ഈ രണ്ട് ആംഗിളും കൂടിയ 180 കിട്ടും. പിന്നെ പി ക്യു ആർ എത്രയാണ് നമുക്ക് കിട്ടിയത്? പി ക്യു ആർ എന്ന് പറഞ്ഞാൽ 110 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 110 പ്ലസ് ആംഗിൾ എ ആർ ക്യു ഈസ് ഈക്വൽ ടു 180. അപ്പോൾ ആംഗിൾ എ ആർ ക്യു എത്ര വരിക? ആംഗിൾ എ ആർ ക്യു ഈക്വൽ ടു ഈ 110 അപ്പുറത്തേക്ക് പോകുമ്പോൾ 180 മൈനസ് 110 കിട്ടും. അപ്പോൾ എത്ര നമുക്ക് കിട്ടുക? 180 110 പോയാൽ 70 ഡിഗ്രി കിട്ടും. 70 ഡിഗ്രി ഇപ്പോൾ ഏതാ കിട്ടിയത് നമുക്ക്? ഈ ആംഗിളാണ് 70 ഡിഗ്രി കിട്ടിയത്. അതായത് ഇത് 110ഉം ഇത് 70, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ ഇതൊരു ലൈൻ, ഇതൊരു പാരലൽ ലൈൻ, ഇതതിൻ്റെ ട്രാൻസ്വേഴ്സൽ. അപ്പോൾ ഈ രണ്ട് ആംഗിളും കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. കോ ഇൻറ്റീരിയർ ആംഗിൾസ് 180 ആവും. ഇത് 110 ആവുമ്പോൾ ഇത് 70 ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ കിട്ടി നമുക്ക് കണ്ടുപിടിക്കേണ്ടതൊന്നുമല്ല, ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി അടുത്തത് നമുക്ക് എഴുതാം. ഇനി എ ബി പാരലൽ ടു പി ക്യു, എ ബി പാരലൽ ടു എസ് ടി ആണ്. ഇനി ഇതും പാരലൽ ആയതുകൊണ്ടാണ് നമ്മളങ്ങനെ എഴുതിയത്. ഇനി എ ബിയും എസ് ടിയും പാരലലാണ്. എ ബി പാരലൽ ടു എസ് ടി, ഈ എ ബിയും എസ് ടിയും പാരലലാണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? അതിൻ്റെ ട്രാൻസ്വേഴ്സലാണ്. അപ്പോൾ ഇവിടെ ചെയ്തതുപോലെ ഈ ആംഗിളും കൂടിയിട്ട് കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. ഇത് രണ്ടും കൂടിയ 180 ആയിരിക്കും. അപ്പോൾ ഏതാ നമ്മൾ എഴുതേണ്ടത്? ഈ ആംഗിളിന് 180 എന്ന് പറഞ്ഞിട്ടുള്ള ആർ എസ് ടി പ്ലസ് ബി ആർ എസ്, അതാണ് 180, ഈ രണ്ട് ആംഗിളും കൂടി. അപ്പോൾ എ ബി പാരലൽ ടു എസ് ടി, ആംഗിൾ ആർ എസ് ടി പ്ലസ് ആംഗിൾ ബി ആർ എസ് ഈക്വൽ ടു 180 ഡിഗ്രി കിട്ടും. അതായത് ഈ ആംഗിളും കൂടി ആഡ് ചെയ്താൽ 180 കിട്ടും. അപ്പോൾ ഇത് 130 ആണ്. അപ്പോൾ ഇത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ആർ എസ് ടി എത്ര കിട്ടിയില്ലേ? 130 പ്ലസ് ആംഗിൾ ബി ആർ എസ് ഈക്വൽ ടു 180. അപ്പോൾ ആംഗിൾ ബി ആർ എസ് ഈക്വൽ ടു 180 മൈനസ് 130, ഇതപ്പുറത്ത് പോകുമ്പോൾ. അപ്പോൾ എത്ര കിട്ടുക നമുക്ക്? 50 ഡിഗ്രി കിട്ടും. അത് 50 ഡിഗ്രി കിട്ടും. ഏതാ ആംഗിൾ? ബി ആർ എസ്, അത് 50 ഡിഗ്രി. ഏതാ ബി ആർ എസ് ആംഗിൾ? അപ്പോൾ ഇത് നമ്മൾ 70 കണ്ടുപിടിച്ച പോലെ ഇത് 50 കണ്ടുപിടിച്ചു. വേണ്ട, ഇത് രണ്ടും പാരലൽ ലൈൻസ്, ഇത് ട്രാൻസ്വേഴ്സൽ. അപ്പോൾ ഈ രണ്ട് ആംഗിളും കൂടി 180 ഉണ്ടാവുക. അപ്പോൾ ഇത് 110 ഉണ്ടെങ്കിൽ ഇത് 70 ആയിരിക്കും. അതുപോലെ ഈ ലൈനും പാരലലാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി സം ചെയ്യുമ്പോൾ 180 കിട്ടണം. അപ്പോൾ ഇത് 130 ഉണ്ടെങ്കിൽ ഇത് 50 കിട്ടും. അപ്പോൾ ഈ ചെറിയ ആംഗിൾ 70 കിട്ടി, ഈ ചെറിയ ആംഗിൾ 50 കിട്ടി. ഇനി നമുക്കിത് കണ്ടുപിടിക്കുക എളുപ്പമാണല്ലോ. കാരണം ഒരു ലൈൻ, ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. സ്ട്രെയിറ്റ് ലൈനിലുള്ള ഇൻറ്റീരിയർ ഒരു പോയിന്റിൽ നിന്ന്, ഒരു വെർട്ടെക്സ് എന്നുള്ള ആംഗിളിൻ്റെ സമ്മ്
180 ആയിരിക്കും. ഇങ്ങനെ ടോട്ടൽ ആംഗിൾ 180 ആയിരിക്കും. ഒരു ലൈനിലുള്ള ഒരു വെർട്ടെക്സ് നിന്ന് പോണ എല്ലാ ആംഗിളിൻ്റെയും കൂടി സമ്മ് 180 ആയിരിക്കും. അപ്പം 70 ഈ ആംഗിളും ഈ 50 കൂടി ആഡ് ചെയ്താൽ 180 ആയിരിക്കണം. അപ്പോൾ 180 ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി സമ്മ് മൈനസ് ചെയ്താൽ നമുക്ക് ഈ ആംഗിൾ കിട്ടും. അപ്പോൾ നമ്മൾ എന്താ എഴുതണം? ആംഗിൾ ARQ പ്ലസ് ആംഗിൾ QRS പ്ലസ് ആംഗിൾ ഏതാ SRBRS ഈക്വൽ ടു 180. അതിൻ്റെ കാരണം ആംഗിൾസ് ഇൻ എ ലൈൻ. ഒരു ലൈനിലുള്ള ആംഗിളാണ് അതൊക്കെ. ഒരു ലൈനിലുള്ള ആംഗിൾ ആയതുകൊണ്ടാണ് 180. ഇനി ARQ എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 70 കിട്ടിയിട്ടുള്ളത്. പ്ലസ് QRS പ്ലസ് BRS എത്ര കിട്ടിയിട്ടുള്ളത്? 50 ഈക്വൽ ടു 180. ഇനി ഈ 70യും 150യും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുക? 120 കിട്ടും. അപ്പോൾ ആംഗിൾ QRS ഈക്വൽ ടു 180 മൈനസ് 120. അതായത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 120 കിട്ടും. അത് അപ്പുറത്തേക്ക് പോകുമ്പോൾ 180 120 മൈനസ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടുക നമുക്ക്? ആംഗിള് QRSൻ്റെ വാല്യൂ നമുക്ക് 60 കിട്ടും. 60 ഡിഗ്രി കിട്ടും. ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള ആംഗിൾ QRS എന്ന് പറഞ്ഞ ആംഗിളാണ്. ഈ QRS ഈ ആംഗിളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇതിപ്പോൾ വളരെ ഈസിയാണ്. ഇത് രണ്ടും കൂടി 180 ആണ്. അപ്പോൾ ഇത് 110 ഉണ്ടെങ്കിൽ ഇത് 70 എന്ന് മനസ്സിലായി. ഇത് രണ്ടും കൂടി 180 ആണ്. അപ്പോൾ ഇത് 130 ഉണ്ടെങ്കിൽ ഇത് 50 ആണെന്ന് മനസ്സിലായി. അപ്പം ഇത് മൂന്നും കൂടി 180 ആണ്. അപ്പോൾ ഇത് 70 ഇത് 50 ഉണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 120 ആവും. ബാക്കി 180 ആവാൻ വേണ്ടിയിട്ട് 60 ആയിരിക്കും എന്ന് മനസ്സിലായി. അപ്പോൾ ഈ ആംഗിൾ 60 ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഫിഗർ AB പാരലൽ ടു CD. ഇത് AB ഇത് CD രണ്ടും പാരലലാണ്. പിന്നെ ഏതാണെന്നുള്ളത്? APQ 50. പിന്നെ ഏതാണെന്നുള്ളത്? PRD 127. ഇനി കണ്ടുപിടിക്കേണ്ടത് X ആൻഡ് Y. അപ്പം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കണ്ടുപിടിക്കുക. AB CD പാരലലാണെങ്കിൽ നമുക്കറിയാവുന്ന നിയമങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് X കണ്ടുപിടിക്കുക. ഇനി നോക്ക്, ഈ PQ എന്ന് പറയുന്നത് ഒരു ABCD പാരലൽ PQ ട്രാൻസ്വേഴ്സൽ. PQ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഇതിനെ ഓർക്കണ്ട. ABCD പാരലൽ PQ ട്രാൻസ്വേഴ്സൽ ആണെങ്കിൽ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കുമല്ലോ. എന്ത് ആംഗിളുകൾ? അത് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. അപ്പോൾ ഇത് 50 ആണെങ്കിൽ ഇതും 50 ആയിരിക്കും. അപ്പോൾ X = 50 എന്ന് നമുക്ക് കിട്ടും. കാരണം എന്താണ്? ഇത് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് തന്നത് എഴുതി വയ്ക്കാം ആദ്യം. AB പാരലൽ ടു CD. പിന്നെ എന്ത് തന്നുണ്ട്? ആംഗിൾ APQ = 50 ഡിഗ്രി. ആംഗിൾ PRD = 127 ഡിഗ്രി. ഇനി നമുക്ക് എഴുതാം. AB പാരലൽ ടു CD ആയതുകൊണ്ട് ആംഗിൾ X = APQ. ആംഗിൾ APQ. ആംഗിൾ X = ആംഗിൾ APQ എന്ന് എഴുതാം. APQ എത്രയാ? 50 എന്നാണുള്ളത്. therefore ആംഗിൾ APQ എന്ന് പറഞ്ഞാൽ 50 ആണ്. ആംഗിൾ X = 50 ഡിഗ്രി. ഈ X 50 ഡിഗ്രി. അപ്പോൾ Xൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് Yയുടെ വാല്യൂ കണ്ടുപിടിക്കാം. Y എന്ന് പറയുന്നത് ഇതാണ്. അതും ഇതേപോലെ നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും പാരലൽ ലൈൻസും ഇത് ട്രാൻസ്വേഴ്സലുമാണ്. അപ്പോൾ ഈ ആംഗിളും ഇത് 127 ആണ്. ഈ ആംഗിളും ഈ 50 Yയും കൂടിയുള്ള ഈ ടോട്ടൽ ആംഗിൾ, ഈ ആംഗിളും ഇതേപോലെ തന്നെ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. അപ്പോൾ ഈ 50 + Y എന്ന് പറയുന്നത് 127 ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നത്, അതായത് ഇതാണ് ട്രാൻസ്വേഴ്സൽ. ഈ ആംഗിളും ഈ രണ്ട് ആംഗിളും കൂടിയതാണ് ഈക്വലായിട്ട് വരിക. അപ്പോൾ 127 ഇതാണെങ്കിൽ ഈ 50 Yയും കൂടി ആഡ് ചെയ്യുമ്പോഴും ഇവിടെ എന്താ കിട്ടേണ്ടത്? 127. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് 50 + Y = 127 എഴുതാം. എന്നിട്ട് Y കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് എഴുതാം AB പാരലൽ ടു CD. AB പാരലൽ ടു CD ആയതുകൊണ്ട് നമുക്ക് എന്തെഴുതാം?
ആംഗിൾ 50 പ്ലസ് ആംഗിൾ വൈ ഈക്വൽ ടു ആംഗിൾ ഏതാ PRD, ആംഗിൾ PRD. അപ്പോൾ ആംഗിൾ 50 പ്ലസ് ആംഗിൾ വൈ ഈക്വൽ ടു ആംഗിൾ PRD എത്രയാണ് 127. ഇതിൻ്റെ റീസൺ എന്താ എഴുതുക? ഇതേ റീസൺ ഇവിടെ നമ്മൾ റീസൺ എഴുതിയിട്ടില്ലേ, ഇതിൻ്റെ റീസൺ എഴുതണം ഇവിടെ. എന്താണ് റീസൺ? ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആയതുകൊണ്ട് ഇത് ഈക്വൽ ടു ഇതെന്ന് എഴുതി. ഇവിടെയും കാരണം അത് തന്നെയാണ്, ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. ആംഗിൾസ് ഇതും 50 പ്ലസ് ആംഗിൾ വൈ ഈസ് ഈക്വൽ ടു ഇതെന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ റീസൺ ആണ് എഴുതിയത്, ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആയതുകൊണ്ട്. ഇനി അപ്പം ഇനി നമ്മൾ വൈ കണ്ടുപിടിക്കാം. ആംഗിൾ വൈ ഈസ് ഈക്വൽ ടു 127 മൈനസ് 50. 127 50 മൈനസ് ചെയ്യുക. അപ്പോൾ എത്രയും നമുക്ക് കിട്ടുക 127 മൈനസ് 50. അപ്പോൾ 7 12 5 മൈനസ് ചെയ്താൽ 7. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക 77. വൈ ഈസ് ഈക്വൽ ടു ആംഗിൾ വൈ 77. അപ്പോൾ ആംഗിൾ എക്സ് 50 എന്നും കിട്ടി, ആംഗിൾ വൈ എത്രയാണ് 77 എന്നും കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഫിഗർ PQ ആൻഡ് RS ആർ 2 മിറേഴ്സ് പ്ലേസ്ഡ് പാരലൽ ടു ഈച്ച് അതർ. ഈ PQയും RSഉം 2 മിറേഴ്സാണ്, അത് പാരലൽ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ആൻഡ് ഇൻസിഡൻറ്റ് റേ AB എന്ന് പറയുന്നത് ഒരു ഇൻസിഡൻറ്റ് റേ ആണ്. ഈ മിററിലേക്കുള്ള ഇൻസിഡൻറ്റ് റേ സ്ട്രൈക്ക് ദ മിറർ AB, സ്ട്രൈക്ക് ദ മിറർ PQയിലാണ് ഇത് സ്ട്രൈക്ക് ചെയ്യണത്. AB എന്ന് പറയുന്ന ഇൻസിഡൻറ്റ് റേ അറ്റ് Pയിൽ സ്ട്രൈക്ക് ചെയ്യണം. ദ റിഫ്ലക്റ്റഡ് റേ മൂവ്സ് അലോങ് ദ പാത്ത് BC. ഇവിടെ ഇൻസിഡൻറ്റ് റേ Bയിൽ സ്ട്രൈക്ക് ചെയ്തിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്യും, BCയിൽ കൂടെ റിഫ്ലക്റ്റ് ചെയ്യും. എന്നിട്ടത് BC ആൻഡ് സ്ട്രൈക്ക് ദ മിറർ RS. എന്നിട്ട് RS എന്ന് പറഞ്ഞ മിററിൽ അറ്റ് Cയിൽ അത് സ്ട്രൈക്ക് ചെയ്യും വീണ്ടും. ആൻഡ് എഗെയിൻ ഇവിടെ Cയിൽ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് റിഫ്ലക്റ്റഡ് ബാക്ക് അലോങ് CD കൂടെ റിഫ്ലക്റ്റ് ചെയ്യും. പ്രൂവ് ദാറ്റ് AB പാരലൽ ടു CD. ഏതാ AB? ഈ ഇൻസിഡൻറ്റ് റേ, ഇവിടുത്തെ ഇൻസിഡൻറ്റ് റേ ആണ് AB. ഈ അവസാനം 2 സ്ഥലത്ത് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിഫ്ലക്റ്റഡ് റേ, അതാണ് CD. ഈ AB CD പാരലൽ ആണെന്നാണ് തെളിയിക്കേണ്ടത്. ഇതിൽ നമുക്ക് ആദ്യം ഗിവൺ എഴുതി വയ്ക്കാം. ഗിവൺ എന്താ തന്നിട്ടുള്ളത്? PQ ആൻഡ് RS ആർ പാരലൽ. PQയും RSഉം പാരലലാണ് തന്നിട്ടുണ്ട്. PQ പാരലൽ ടു RS. PQയും RSഉം പാരലലാണ്. ഇനി കൺസ്ട്രക്ട് ചെയ്യണം നമ്മൾ, അതുകൊണ്ടാണ് ഈ ഡോട്ടഡ് ലൈനായിട്ട് വരച്ചുള്ളത്. കൺസ്ട്രക്ട് ഏതാ? ഇവിടുന്ന് ഒരു ലൈൻ BM എന്ന് പറഞ്ഞൊരു ലൈൻ പെർപെൻഡിക്കുലർ ടു PQ എന്ന് Bയിൽ കൂടി ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. കൺസ്ട്രക്ട് BM പെർപെൻഡിക്കുലർ ടു PQന് പെർപെൻഡിക്കുലറായിട്ട് BM വരയ്ക്കണം. പിന്നെ അതേപോലെ തന്നെ RSന് പെർപെൻഡിക്കുലറായിട്ട് CN വരയ്ക്കണം. ആൻഡ് CN പെർപെൻഡിക്കുലർ ടു RS. അതായത് ഈ BMഉം CNഉം നമ്മൾ കൺസ്ട്രക്ട് ചെയ്തതാണ്, ക്വസ്റ്റ്യനിൽ ഇല്ല. അത് നമുക്കത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസ്ട്രക്ട് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയാണ് വരച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ BM PQന് പെർപെൻഡിക്കുലറായിട്ടാണ് വരച്ചിട്ടുള്ളത്. അതുപോലെ RSന് പെർപെൻഡിക്കുലറായിട്ടാണ് CN വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം? BM പെർപെൻഡിക്കുലർ ടു PQ, CN പെർപെൻഡിക്കുലർ ടു RS. അതായത് PQയും RSഉം പാരലലാണ്. PQ എന്ന് വരച്ച പെർപെൻഡിക്കുലറാണ് ഇത്, RS എന്ന് വരച്ച പെർപെൻഡിക്കുലറാണ് ഇത്. അപ്പോൾ ഇത് രണ്ടും പാരലലായതുകൊണ്ട് ഇതിൽ നിന്ന് രണ്ടൊന്നും വരച്ചാൽ ഈ പെർപെൻഡിക്കുലേഴ്സ് രണ്ടും പാരലലായിരിക്കും. അതായത് BMഉം CNഉം പാരലൽ ലൈൻസ് ആയിരിക്കും. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? BN therefore PM പാരലൽ ടു CN. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, റീസൺ എഴുതണം. പെർപെൻഡിക്കുലർ on parallel
are also parallel. അതായത് പാരലൽ ലൈൻസിൽ നിന്ന് വരയ്ക്കുന്ന രണ്ട് പെർപെൻഡിക്കുലേഴ്സും പാരലൽ ആയിരിക്കും. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബി എമ്മും ഇതും സി എന്നും പാരലലായത്. ബി എമ്മും സി എന്നും പാരലലാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. ഇനി നമ്മൾ ഈ ആംഗിളിന് നമുക്ക് 1 പേര് കൊടുക്കാം, ഈ ആംഗിളിന് 2 എന്ന് കൊടുക്കാം. അതുപോലെ ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ ഇത് 3 എന്നും ഇത് 4 എന്നും കൊടുക്കാം. ഇനി ഈ 1ഉം 2ഉം ഈക്വൽ ആയിരിക്കും. എന്താ അതിൻ്റെ കാരണം? ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2 ആണ്. അതിൻ്റെ കാരണം നിങ്ങൾ ഫിസിക്സിൽ പഠിക്കേണ്ട ആംഗിൾ ഓഫ് ഇൻസിഡൻ്റ് ആണ് ഈ 1, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണ് ഈ 2. ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണെങ്കിലും ഇത് ഇൻസിഡൻറ്റ്, ഇത് ഇവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്ത് ഇവിടെ വന്ന ഇൻസിഡൻ്റ് ആണ്, ഇത് റിഫ്ലക്റ്റഡ് ആണ്. അപ്പോൾ ഈ 3ഉം 4ഉം അതും ഇതേപോലെ തന്നെ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റും 3ഉം ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ 4ഉം ആണ്. അപ്പോൾ 1ഉം 2ഉം ഈക്വൽ ആണ്. അതുപോലെ തന്നെ ആംഗിൾ 3ഉം ആംഗിൾ 4ഉം ഈക്വൽ ആണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ലോ ഓഫ് റിഫ്ലക്ഷൻ ആണ്. അത് കുറച്ച് ഫിസിക്സ് ആണ്. ലോ ഓഫ് റിഫ്ലക്ഷൻ പ്രകാരമാണ് 1 ഈക്വൽ ടു 2 എന്നും 3 ഈക്വൽ ടു 4 എന്നും നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് എഴുതാം. അപ്പോൾ 1 ഈക്വൽ ടു 2, 3 ഈക്വൽ ടു 4 നമുക്ക് കിട്ടി. ഇനി നമ്മൾ തെളിയിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്താണ് തെളിയിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ലൈനും എ ബി എന്ന് പറഞ്ഞ ലൈനും സി ഡി എന്ന് പറഞ്ഞ ലൈനും പാരലലാണെന്ന് തെളിയിക്കേണ്ടത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ആംഗിളും എ ബിയും സി ഡിയും രണ്ട് പാരലൽ ലൈൻസും ഇത് ട്രാൻസ്വേഴ്സിലും ആണെങ്കിൽ ഈ 1+2 എന്ന് പറഞ്ഞ ആംഗിളും 3+4 എന്ന് പറഞ്ഞ ആംഗിളും ഈക്വൽ ആണെന്ന് തെളിയിച്ചാൽ മതി. ഇതെന്ത് ആംഗിളാണ്? ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസാണ്. ഈ രണ്ട് ആംഗിൾസും സെയിം ആണെങ്കിൽ, ഈക്വൽ ആണെങ്കിൽ എ ബിയും സി ഡിയും പാരലലാണെന്ന് നമുക്ക് പറയാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഇനി ഈ രണ്ട് ലൈനും പാരലലാണ്. അതിപ്പോൾ നമ്മൾ എഴുതി ബി എന്നും ബി എമ്മും ഈ ബി എമ്മും സി എന്നും പാരലലാണെന്ന് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പെർപെൻഡിക്കുലർ ഓൺ പാരലൽ ലൈൻസ് ആർ പാരലൽ. അപ്പം ബി എമ്മും സി എന്നും പാരലലാണെങ്കിൽ ഇത് അതിൻ്റെ ട്രാൻസ്വേഴ്സിലും ആണെങ്കിൽ ഈ 2 ഈസ് ഈക്വൽ ടു 3 ആയിരിക്കും. അപ്പം ആംഗിൾ 2 ഈസ് ഈക്വൽ ടു ആംഗിൾ 3. അതിൻ്റെ കാരണം ഇത് രണ്ടും പാരലൽ ലൈൻസും ഇത് ട്രാൻസ്വേഴ്സിലും ആണെങ്കിൽ ഈ രണ്ട് ആംഗിൾസും ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. interior angles. Alternate interior angles ആയതുകൊണ്ടാണ് 2ഉം 3ഉം എന്തായത് ഈക്വൽ ആയത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം, ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുക്കാം. ഇനി ഫ്രം 1 and 2 ഈ 1 എന്നും 2 എന്നും നമുക്ക് എങ്ങനെ എഴുതാം? അതായത് 1 ഈക്വൽ ടു 2 ആണ്. 1 ഈക്വൽ ടു 2. ഇവിടെ നമ്മൾ പറഞ്ഞു 2 ഈക്വൽ ടു 3. ഇവിടെ നമ്മൾ പറഞ്ഞു 3 ഈക്വൽ ടു 4. അപ്പോൾ 1 ഈക്വൽ ടു 2 ആണ്, 2 ഈക്വൽ ടു 3 ആണ്, 3 ഈക്വൽ ടു 4 ആണ്. അത് ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് പറയാവുന്ന കാര്യമാണ്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2 ഈക്വൽ ടു ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4. അങ്ങനെ പറയാം, 1 നിന്ന് 2 എന്നും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടി സം ചെയ്യാം. അതുപോലെ ഇത് രണ്ടും കൂടി ഇതെല്ലാം ഈക്വൽ അല്ലേ. അപ്പോൾ ഈ രണ്ടെണ്ണം എടുത്തിട്ട് സം ചെയ്യണതും ഇപ്പുറത്തെ രണ്ടെണ്ണം എടുത്ത് സം ചെയ്യണതും ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോൾ ആംഗിൾ 1ഉം ആംഗിൾ 2ഉം കൂടി സം ചെയ്യാം. ഇതും സെയിം, ഇത് രണ്ടും സെയിം. ഇത് 5 ആണെങ്കിൽ ഇതും 5, ഇതും 5, ഇതും 5. അപ്പോൾ ഈ 5ഉം ഈ 5ഉം കൂടി ആഡ് ചെയ്യണതും ഈ 5ഉം ഈ 5ഉം കൂടി ആഡ് ചെയ്യുന്നതും സെയിം ആയിരിക്കും. അപ്പോൾ 1ഉം 2ഉം കൂടി ആഡ് ചെയ്യുന്നത് ഈക്വൽ ആണ് ആംഗിൾ 3ഉം ആംഗിൾ 4ഉം കൂടി ആഡ് ചെയ്താൽ കിട്ടുക. ഇനി ആംഗിൾ 2 ഇത് ഏതാ നോക്കിയേ. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 ഈസ് ഈക്വൽ ടു ആംഗിൾ 3 പ്ലസ് ആംഗിൾ 4 എന്ന് കിട്ടി. അപ്പോൾ ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ആംഗിൾ, ആംഗിൾ 3 പ്ലസ് ആംഗിൾ 4 എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ആംഗിൾ. അപ്പോൾ ഈ ആംഗിളും ഈക്വൽ, അതായത് എ ബി സിയും ബി സി ഡിയും ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് തെളിഞ്ഞു. അപ്പോൾ ആംഗിൾ എ ബി സി ഈക്വൽ ടു ആംഗിൾ ബി സി ഡി, ഈ രണ്ട് ആംഗിളും ഈക്വലായി. 1+2 എന്ന് പറഞ്ഞാൽ എ ബി സി, 3+4 എന്ന് പറഞ്ഞാൽ ബി സി ഡി. ഈ ആംഗിളും ഈക്വലാണ്.
ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെങ്കിൽ ഈ സി ഡിയും എ ബിയും പാരലലാണെന്ന് നമുക്ക് പറയാം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സി ഡിയും എ ബിയും പാരലലാണ്, ഇതതിൻ്റെ ട്രാൻസ്വേഴ്സലാണ്. എന്നാലേ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആവുള്ളൂ. ഇത് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വലാണ്. ഈ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് എ ബിയും സി ഡിയും പാരലലാണ്. ദെർഫോർ ഇത് ഈ രണ്ട് ആംഗിൾസ് എന്താണ്? ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. interior angles are equal. ഈ രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഇത് രണ്ടും ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. ദെർഫോർ എന്താണ്? എ ബി ഏതാണ്? എ ബി പാരലൽ ടു സി ഡി. ദെർഫോർ എ ബി പാരലൽ ടു സി ഡി. എ ബി പാരലൽ ഇത് രണ്ട് അതിൻ്റെ എ ബിയുടെയും സി ഡിയുടെയും ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് എ ബിയും സി ഡിയും പാരലലാണ്. അപ്പോൾ ഓക്കെ, ഈ എക്സസൈസ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം.